അന്നു മുതൽ ഇന്നു വരെ നിങ്ങൾ വെള്ളക്കരം കൂട്ടി, നിങ്ങൾ വൈദ്യുതി ചാർജ് 2 പ്രാവശ്യം വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, രൂക്ഷമായ വിലക്കയറ്റം. ഒരു ഇടത്തരം കുടുംബത്തിന്റെ അവരുടെ ചെലവിൽ ഒരു 10,000 രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട്. സർ, ആ സമയത്താണ് ഈ രൂക്ഷമായ വിലക്കയറ്റം സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലായത്. ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ. ഏറ്റവും കൂടുതൽ ജപ്തികൾ ഉണ്ടായ വർഷമാണ് കഴിഞ്ഞ വർഷം. കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഏറ്റവും കൂടുതൽ ജപ്തി ചെയ്യപ്പെട്ട വർഷമാണ്. അപ്പൊ ഈ സ്ഥാപനം എന്ന് പറയുന്നത് മാറി മാറി വന്ന ഗവൺമെന്റുകൾ കേരളത്തിൽ മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി ഫലപ്രദമായി ഉണ്ടാക്കിയ സ്ഥാപനമാണ്. ആ സ്ഥാപനം KSRTC പോലെ, ഞാൻ രാവിലെ പറഞ്ഞതുപോലെ വൈദ്യുതി ബോർഡ് പോലെ വലിയ തകർച്ചയിലേക്ക് സർ കൂപ്പുകുത്തുകയാണ്. അവരുടെ ഫങ്ഷൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങയുടെ ഒരു പ്രസംഗമുണ്ട് സർ, അങ്ങയുടെ ഒരു പ്രസംഗമല്ല, അങ്ങ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താ, 8 വർഷമായി ഫേസ്ബുക്കിൽ അങ്ങ്